പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ദൈവമായ കർത്താവ് ആയുസ്സിൽ നാം കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ആരോഗ്യവും ബലവും ശക്തിയും പകർന്നു തന്ന് ഒരു ദിവസം കൂടെ ആയുസ്സിനെ ദീർഘിപ്പിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി എല്ലാ നല്ല ദാനങ്ങൾക്കും നന്മകൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ആ നാമത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതം ദൈവവചന ധ്യാന ചിന്തയോടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നതിനായി ഒരു വേദവചനം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 23-ാമത് വാക്യം, 23, 24 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ഈ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കപ്പൽ ഛേദത്തിനകത്ത്, കപ്പൽ യാത്രയ്ക്കകത്ത്, ഇറ്റാലിക്ക് പുറപ്പെടുന്ന കപ്പലിനകത്ത്, റോമിലേക്ക് പോകുന്ന കപ്പലിനകത്ത് പൗലോസിനോട് കൂടെ 275 പേരും അവരൊരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് പൗലോസ് എഴുന്നേറ്റ് സംസാരിക്കുന്ന ഭാഗമാണ് വായിച്ചു കേട്ടത്. അതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പേ പൗലോസ് ഒരു ആലോചന കൊടുത്തു. ഈ കപ്പൽ യാത്ര നമുക്ക് ഹിതകരമല്ല, അതിന് പ്രാണങ്ങൾക്ക് പോലും കേടുവരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്, അത് പൗലോസിന്റെ വാക്കിനേക്കാൾ കൂടുതൽ കപ്പലുടമയുടെയും മാലുമിയുടെയും വാക്കുകൾ ശ്രദ്ധിച്ചിട്ട് അവർ കപ്പലെടുത്തു. അങ്ങനെ കപ്പൽ മുന്നോട്ട് പോകുമ്പം കിഴക്കൻ കാറ്റ് മന്ദമായിട്ട് ഊതുകയാൽ കാര്യം സാധിച്ചു പോയി, തെക്കൻ കാറ്റ് മന്ദമായിട്ട് ഊതുകയാൽ കാര്യം സാധിച്ചു പോയി എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് അങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് ഈശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റ് അടിക്കുകയും അങ്ങനെ കപ്പൽ ആടി ഉലഞ്ഞ് നമ്മുടെ ഡയറക്ഷൻ തെറ്റിപ്പോയി, ദിശ തെറ്റിപ്പോയി, കപ്പൽ ആടി ഉലഞ്ഞു പോവുക. അങ്ങനെ പോകുന്ന പോക്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാത്തെ കപ്പലിന്റെ അണിയറയും കോപ്പും ഒക്കെ എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ട് കളഞ്ഞു, കപ്പലിലെ ചരക്കെടുത്ത് കളഞ്ഞു. അങ്ങനെ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ആശ പോയി എന്ന് വചനം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് എല്ലാവരും നിരാശരായി, പരിഭ്രാന്തരായി, ജീവനെ ഭയപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ 15-ാമത്തെ ദിവസം, 14 ദിവസം കഴിഞ്ഞിട്ട് 15-ാമത്തെ ദിവസം പൗലോസ് എഴുന്നേറ്റ് നിന്ന് പറയുന്ന വാക്കാണ് നാം വായിച്ചു കേട്ടത്. വായിച്ച വചനം ഇങ്ങനെയാണ്: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടി യാത്ര ചെയ്തവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വചനം നമ്മൾ കുറപ്പും ധൈര്യവും ഉള്ളതാ. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ, അതിൻ്റെ ആ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്കിനൊരു സല്യൂട്ടേഷൻ, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ്, അങ്ങനെയൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഒരു ഇന്റിമസി കൂടുമ്പോഴാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പിതാവ്, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞെന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ ഇന്റിമസിയുടെ ആഴം, പൗലോസിന്റെ ദൈവവുമായിട്ടുള്ള ഇന്റിമസിയുടെ ആ ബന്ധത്തിന്റെ ആഴം കാണിക്കുന്ന ഒരു വാക്കൊരു സല്യൂട്ടേഷനാണ് ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. ആ വാക്ക്, ദൈവദൂതൻ ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ വന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവം എന്നോട് പറഞ്ഞു, സ്വപ്നം കണ്ടു, ഇതൊന്നുമല്ല വാക്ക് ഉപയോഗിക്കുന്നത്. ആ വാക്കിനകത്തറിയാം പൗലോസും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം, ഡീപ്നെസ്, ആ ഇന്റിമസി എത്രത്തോളം എന്ന് അളന്നെടുക്കാൻ പറ്റും. കുഞ്ഞെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം പ്രതിസന്ധിക്കകത്ത് എല്ലാവരും ആകും. ഇത് പൗലോസിനെ പോലെ 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഭയപ്പെട്ട് ജീവൻ പൊയ്പോകുമെന്ന് ആയിരിക്കുന്ന 275 പേരിൽ ഒരുവനായിരിക്കുന്ന പൗലോസിന്റെ ജീവൻ അതേ തുലാസിലിരിക്കുന്നത് ഒരു അനുഭവത്തിലായിരിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്ന് പൗലോസ് പറയുന്ന ഒരു വാക്ക്, ദൈവം എൻ്റെ അടുക്കൽ വന്നു, അങ്ങനല്ല പറയുന്ന വാക്ക്, ഈ പ്രതിസന്ധിക്കകത്ത് സകല പേരും അകപ്പെട്ടിരിക്കുമ്പോൾ അതിനപ്പുറത്ത് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. എൻ്റെ ഉടയവനും, എൻ്റെ ഉടമസ്ഥാവകാശമുള്ളവൻ, എൻ്റെ ഓണർ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, അതേ പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ, നിന്റെ കാര്യം നീ കൈസരുടെ മുമ്പിൽ നിൽക്കണം.
കേൾക്കണം. അതേ, ഈ കപ്പലിൽ യാത്ര ചെയ്ത മുഴുവൻ പേരെയും നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു, ആരുടെയും പ്രാണങ്ങൾക്കൊരു കേടും വരികയില്ല എന്ന്. കപ്പല് പോകും, ചരക്ക് നഷ്ടപ്പെടും, പക്ഷെ ആരുടെയും പ്രാണങ്ങൾക്കൊരു കേടും വരികയില്ലെന്ന് ദൈവം തമ്പുരാൻ പൗലോസിനോട് പറയുക. ഈ കാര്യം പറയുന്നതിനേക്കാൾ ഇത് വായിക്കുമ്പം ആ സ്പർശിക്കുന്ന വാക്ക്, കർത്താവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്ക്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പം, കുഞ്ഞെ, നിന്റെ ഹൃദയത്തിന്റെ അകമൊന്ന് തിളക്കട്ടെ, അകമൊന്ന് കത്തട്ടെ. ദൈവവും നീയുമായിട്ടുള്ള ഇന്റിമസി, എൻ്റെ പിതാവ്, എൻ്റെ ഉടയവൻ, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്നൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് അതിനെല്ലാം അപ്പുറത്ത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പൗലോസ് പറയുന്ന വാക്കുണ്ടല്ലോ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരുമായ എൻ്റെ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന്. എപ്പോഴാ പറയുന്നതെന്ന് അറിയാമോ? കാര്യങ്ങളൊക്കെ സുഗമമായി പോകുമ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റും, എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് 100 നാവ കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ എല്ലാ കാര്യങ്ങളും അസ്തമിച്ച് ജീവനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തില് ജീവൻ ത്രാസിനകത്തിരിക്കുന്ന പോലെ മരിക്കുമോ ജീവിക്കുമോ എന്നറിയാതിരിക്കുന്ന സാഹചര്യത്തില്, ഇനിയും മുന്നോട്ട് ജീവിക്കണമോ എന്നറിയാതിരിക്കുന്ന സാഹചര്യത്തില് അവിടെയാണ് ഈ ദൈവം ഇറങ്ങി വരുന്നു. ദൈവം സംസാരിച്ചു നല്ല പൗലോസ് പറയുന്നേ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ. ഇന്ന് സാഹചര്യത്തെ തട്ടി നീ മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സങ്ങളെ കണ്ടു നിൽക്കുമ്പോൾ ദൈവമായിട്ടുള്ള ഇന്റിമസി ഒന്ന് പുറത്തു വരട്ടെ, ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം ഒന്ന് പുറത്തു വരട്ടെ. നിന്റെ ദൈവം ആരാണെന്ന്, ഈ ദൈവം നിന്റെ ആരാണെന്ന് ആ ബന്ധം ഒന്ന് പുറത്തു വരട്ടെ. അതേ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ. നിനക്കൊരു വാഗ്ദത്തമുണ്ടോ അക്കരെ എത്താമെന്ന്? നിനക്കൊരു വാഗ്ദത്തമുണ്ട്. 23-ാം അധ്യായത്തിൽ പൗലോസിന് വാഗ്ദത്തമുണ്ട്, റോമയിൽ കൈസരുടെ മുമ്പാകെ നിൽക്കണമെന്ന്. വാക്ക് പറഞ്ഞ ദൈവം മാറ്റി പറയത്തില്ല കുഞ്ഞെ. വാക്ക് പറഞ്ഞ ദൈവം മാറ്റി പറയത്തില്ല. നിന്നോട് ദൂത് പറഞ്ഞ ദൈവം മാറ്റി പറയത്തില്ല. നീയും ദൈവമായിട്ടുള്ള ആഴം, ആ ബന്ധം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉറക്കട്ടെ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവത്തിന്റെ ദൂതൻ. ഈ വചനമൊന്ന് ആ ഹൃദയമൊന്ന് ഉറക്കട്ടെ. ഈ ദൈവം ആരാണെന്ന്. നിനക്ക് ദൈവം ആരാ? നിനക്ക് ആവശ്യത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവമാണോ? അതേ, ഒരു പ്രാർത്ഥനാ വിഷയമുള്ളപ്പോൾ ഓടിച്ചെന്ന് പറയുന്ന ഒരു ഇടമാണോ? ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്ന ഇടമാണോ? എല്ലാവരും പരിഹസിക്കുമ്പോൾ കർത്താവ് എന്ന് വിളിക്കുന്ന, അതിനൊക്കെ അപ്പുറത്ത് ഈ പ്രതിസന്ധി ഉണ്ടായാലും ഇല്ലെങ്കിലും, ഈ വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ യാത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പോകേണ്ടി വന്നാലും ഇല്ലെങ്കിലും, ഇത് തകർന്നാലും ഇല്ലെങ്കിലും, പൗലോസ് പറയുന്നത് ഇപ്പൊ പുതുതായിട്ട് വന്ന ഒരു സല്യൂട്ടേഷൻ അല്ല. പൗലോസ് പറയുന്നത് ഇതിങ്ങനെ തന്നെയാ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരുമായ എൻ്റെ ദൈവത്തിന്റെ ദൂതൻ. അതാ പൗലോസിന്റെ ദൈവം. ഇതാകട്ടെ നമ്മുടെ ദൈവം, ഇങ്ങനെ ആകട്ടെ ദൈവം. എൻ്റെ ഉടയവനും, ഉറപ്പോടെ പറയട്ടെ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ആ ഉറപ്പ് നിനക്കുണ്ടോ? യാത്ര ചെയ്യുന്നവരെ ദൈവം ദാനം ചെയ്തിരിക്കുക, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ദൈവമായിട്ടുള്ള ഇന്റിമസി, ഒരു ബന്ധം, ഒരാഴം, അതിലേക്കൊന്ന് മടങ്ങി വരട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ കാണുന്ന ദൈവം, ആ ദൈവമാകട്ടെ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രത്യേകാലി ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായി എൻ്റെ ദൈവത്തിന്റെ ദൂതൻ. യെസ്, ആ ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ. ആ ദൈവം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതിനായ ദൈവം, ആ ദൈവം ദൂതനെ വിട്ട് പറഞ്ഞ അതെ, ആ ദൈവത്തെ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുവാൻ, ആ ദൈവത്തെ രുചിച്ചറിയുവാൻ, സ്വർഗത്തിലെ ദൈവമേ, അവിടെ ഞങ്ങളെ ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. കർത്താവ് കൂടിയിരിക്കുന്നതിനായി നന്ദി. ഈ ദിവസം അനുഗ്രഹമാക്കുന്നതിനായി നന്ദി. കൃപ കൂടിയിരിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥന ഇട്ടിയാൽ സ്തോത്രം. എല്ലാ മാനുഭവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ മറക്കപ്പെടുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.